പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വീട് നിർമ്മാണം വകുപ്പ് നേരിട്ട് ഏറ്റെടുക്കുമെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി കെ എ തുളസി. വീടുകൾക്കുള്ള നിർമ്മാണ തുക 4 ലക്ഷം രൂപയിൽ നിന്ന് കാലാനുസൃതമായി വർദ്ധിപ്പിക്കും. ITDP വഴി വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും മന്ത്രി അറിയിച്ചു. അട്ടപ്പാടിയിൽ പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള ഓണസമ്മാന വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ലൈഫ് പദ്ധതിയിലൂടെ വിവിധ ഫണ്ടുകൾ സംയോജിപ്പിച്ചാണ് വീടുകൾ നിർമ്മിച്ചിരുന്നത്. ഭവനരഹിതർക്കായി PMAY ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികളിൽ വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നും മന്ത്രി അറിയിച്ചു. 3 മുതൽ 15 വരെ വീടുകളുള്ള മേഖലകളെ ഊരുകളായി പ്രഖ്യാപിക്കും. ഇതിലൂടെ വിവിധ പദ്ധതികളുടെ നേട്ടങ്ങൾ ഈ പ്രദേശങ്ങളിൽ ലഭ്യമാക്കും. ആദിവാസി മേഖലകളിൽ പുതുതായി നടപ്പിലാക്കേണ്ട പദ്ധതികൾ സംബന്ധിച്ച കേരളത്തിന്റെ നിർദ്ദേശം കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് നിരവധിയായിട്ടുള്ള ആളുകളുടെ, നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളുടെ നിരവധിയായിട്ടുള്ള പരാതികൾ നമുക്ക് ലഭിച്ചു. കാരണം ഈ വിഭാഗം, ഈ കമ്മ്യൂണിറ്റി, SC ST അടിസ്ഥാന വിഭാഗം അർഹിക്കുന്ന പരിഗണന ആ ലൈഫ് മിഷനിൽ ലഭിച്ചിട്ടില്ല എന്നുള്ള നിരന്തരമായിട്ടുള്ള പരാതിയും അവരുടെ ആവശ്യവും പരിഗണിച്ചുകൊണ്ട് ബഡ്ജറ്റിൽ തന്നെ നമ്മൾ പ്രഖ്യാപിച്ചു. ഇനി മുതൽ SC ST കുടുംബങ്ങൾക്കുള്ള വീട് നിർമ്മാണം വകുപ്പ് നേരിട്ട് ഏറ്റെടുത്ത് അത് സമയബന്ധിതമായി കാലാനുസൃതമായി അതിന്റെ തുക വർദ്ധിപ്പിച്ചുകൊണ്ട് ആ വീട് നിർമ്മാണത്തെ ത്വരിതപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അട്ടപ്പാടിയെ ഒരു ടൂറിസ്റ്റ് ഹബ്ബാക്കി മാറ്റുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി N ഷംസുദ്ദീൻ പറഞ്ഞു. ടൂറിസം പദ്ധതികൾക്കായുള്ള നിർദ്ദേശങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സമർപ്പിക്കണം. പ്രാദേശിക തലത്തിൽ ടൂറിസം പദ്ധതികൾ വരുന്നതോടെ ഈ മേഖലയിലെ തൊഴിലവസരങ്ങളും വർദ്ധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നല്ല ഒരു ടൂറിസ്റ്റ് ഹബ്ബായി അട്ടപ്പാടിയെ നമുക്ക് മാറ്റണം. ധാരാളം ടൂറിസ്റ്റുകൾ വരട്ടെ. അത് നമ്മുടെ അട്ടപ്പാടിയുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങളൊക്കെ വർദ്ധിക്കും, തൊഴിൽ സാധ്യതകൾ വർദ്ധിക്കും, വരുമാനം വർദ്ധിക്കും. അപ്പൊ അതിനെല്ലാം നല്ല ടൂറിസം സംരംഭങ്ങൾ ഉണ്ടാവണം. 62 വയസ്സ് പൂർത്തിയായ 52,826 പട്ടികവർഗക്കാർക്കാണ് ഓണസമ്മാനം നൽകുന്നത്. കൊട്ടമേട് ഊരിലെ കാളിമൂപ്പന് 1000 രൂപ നൽകിക്കൊണ്ടാണ് ഓണസമ്മാന വിതരണം ആരംഭിച്ചത്. ഹൈദരാബാദ് മഹീന്ദ്ര യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫിസിക്സ് ഡോക്ടറേറ്റ് നേടിയ KM അനുവിനെ ചടങ്ങിൽ ആദരിച്ചു. അഗളി കില ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അഗളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിബു സിറിയാഖ്, അംഗം K സനൽകുമാർ, അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S അല്ലൻ, പുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C തങ്കവേലു, ഷോളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് DS ചിത്ര, ജില്ലാ പഞ്ചായത്ത് അംഗം VM ലത്തീഫ് തുടങ്ങിയവർ പങ്കെടുത്തു. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവുത്തൂർ.